നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തിയായി. നാളെ പ്രഖ്യാപനമുണ്ടാകും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കരാറുമായി ബന്ധപ്പെട്ട നിയമപരമായ വശങ്ങൾ പരിശോധിച്ച ശേഷം അന്തിമ കരാറിൽ ഒപ്പിടും. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, നിർണായകമായ പ്രഖ്യാപനമായിരിക്കും നാളെ ഉണ്ടാവുക എന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കരാറിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച അന്തിമ തീരുമാനമായി എന്നാണോ? എന്തെങ്കിലും സൂചനകൾ പുറത്തുവരുന്നുണ്ടോ? ഏറെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളിലേക്കാണ് ഇരു രാജ്യങ്ങളും കടന്നിരിക്കുന്നത്. അതായത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ചർച്ചകൾ അത് ഇന്നിപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഇനിയുള്ളത് ആ കരാറുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമാണ്. അത് ഡൽഹിയിൽ നാളെ നടക്കുന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയിലായിരിക്കും ആ പ്രഖ്യാപനം ഉണ്ടാവുക എന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി അവശേഷിക്കുന്നത് ഈ കരാറ് ഒപ്പിടുന്നതിന് മുൻപായിട്ടുള്ള ചില നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ നിയമപരമായിട്ടുള്ള വശങ്ങൾ ഇരു രാജ്യങ്ങളും പരിശോധിച്ച ശേഷം ആയിരിക്കും ആ കരാർ ഒപ്പിടുക. ഇതിന് ഏതാണ്ട് ഒരു 6 മാസ കാലയളവ് എടുക്കും എന്നുള്ളതാണ് വാണിജ്യ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ 6 മാസ കാലയളവ് കൊണ്ട് ഇതിന്റെ നിയമപരമായ വശങ്ങൾ പൂർത്തിയാക്കി ഈ വർഷം അവസാനം ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പിടും. അടുത്ത വർഷം മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. ഈ സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ കരാറുമായി ബന്ധപ്പെട്ട പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് കരാർ യൂറോപ്യൻ യൂണിയനുമായുള്ള മികച്ച സാമ്പത്തിക സംയോജനത്തിന് സഹായമാകും. മാത്രമല്ല ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള വ്യാപാര നിക്ഷേപത്തെയും മുന്നോട്ട് നയിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു കരാറാണ് എന്നുള്ളതാണ് വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ അറിയിച്ചിരിക്കുന്നത്. നാളെ യൂറോപ്യൻ യൂണിയന്റെ രാഷ്ട്രത്തലവന്മാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. എന്നാലും നാളെ ഇതിന്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. 77ാം റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ച രാജ്യം. സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്ന റിപ്പബ്ലിക് ദിന പരേഡിന് കർത്തവ്യപഥ് സാക്ഷ്യം വഹിച്ചു. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികം പ്രമേയമായ പരേഡിൽ ഇത്തവണ കേരളത്തിന്റെ നിശ്ചല ദൃശ്യവും അണിനിരന്നു. രാവിലെ 9:50 ദേശീയ യുദ്ധസ്മാരകത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സൈനിക മേധാവികളും ചേർന്ന് സ്വീകരിച്ചു. രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച സൈനികർക്ക് അഭിവാദ്യമർപ്പിച്ച പ്രധാനമന്ത്രി കർത്തവ്യപഥിലേക്ക്. കർത്തവ്യപഥിലെ വേദിയിലേക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെയും പ്രത്യേക അതിഥികളായ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്സൺ, യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ എന്നിവരെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ദേശീയ പതാകയെ രാഷ്ട്രപതി അഭിവാദ്യം ചെയ്തതോടെ പ്രൗഢഗംഭീരമായ റിപ്പബ്ലിക് ദിന പരേഡിന് തുടക്കം. കര, നാവിക, വ്യോമസേനാ വിഭാഗങ്ങൾ, ആയുധങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ, അർദ്ധസൈനിക വിഭാഗങ്ങൾ അടക്കമുള്ളവർ പരേഡിൽ അണിനിരന്നു. കേരളത്തിൻ്റെതടക്കം 30 നിശ്ചല ദൃശ്യങ്ങൾ പരേഡിനെ വർണ്ണാഭമാക്കി. ആത്മനിർഭര ഇന്ത്യക്കായി ആത്മനിർഭര കേരളം എന്ന ആശയത്തിൽ വാട്ടർ മെട്രോയും 100% ഡിജിറ്റൽ സാക്ഷരതയും ഉൾപ്പെടുത്തിയതാണ് കേരളത്തിന്റെ നിശ്ചല ദൃശ്യം. തുടർന്ന് 2500-ലേറെ കലാകാരന്മാർ കർത്തവ്യപഥിൽ ദൃശ്യവിസ്മയമൊരുക്കി. ഓപ്പറേഷൻ സിന്ദൂർ വിജയത്തെ അനുസ്മരിപ്പിക്കുന്ന വ്യോമസേനയുടെ സിന്ദൂർ ഫോർമേഷൻ ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡിന്റെ മുഖ്യ ആകർഷണമായി. രാജ്യത്തിന്റെ കലാ സാംസ്കാരിക പൈതൃകത്തിന്റെ കരുത്തും ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ കുതിപ്പും ഒരുപോലെ സമ്മേളിക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് ഓരോ ഇന്ത്യക്കാരന്റെയും ആത്മാഭിമാനവും ആത്മവിശ്വാസവും വാനോളം ഉയർത്തുന്നതാണ്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. സൗദി അറേബ്യയിലെ ഇന്ത്യൻ സമൂഹവും റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ചു. റിയാദിൽ ഇന്ത്യൻ അംബാസിഡറും ജിദ്ദയിൽ ഇന്ത്യൻ കോൺസുൽ ജനറലും പതാക ഉയർത്തി. റിയാദിലെ ഇന്ത്യൻ എംബസിയിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ പതാക ഉയർത്തി. സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി പതാക ഉയർത്തുകയും രാഷ്ട്രപതിയുടെ സന്ദേശം വായിക്കുകയും ചെയ്തു. അടുത്ത ഹജ്ജിന് ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയും കോൺസുലേറ്റും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമായി തുടരുമെന്നും കോൺസൽ ജനറൽ പറഞ്ഞു. Building on the strong performance of previous years, we are working closely with the Saudi authorities and community stakeholders to further enhance the experience, safety and comfort of the Indian pilgrims.
strengthening the consulate community connect will continue to guide our approach. We will deepen engagement, expand outreach, and work hand in hand with all of you to ensure that services, welfare, culture, and opportunities reach every Indian national living under the consulate's jurisdiction. In conclusion, I thank you for all the support and for your trust, cooperation, and the pride you bring to India every day. ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ ദേശീയ ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചു. സാമൂഹിക, സാംസ്കാരിക, വ്യവസായ മേഖലയിലെ പ്രമുഖരും കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. യുഎഇയിലും ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷം വിപുലമായി നടന്നു. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ പതാക ഉയർത്തി. അബുദാബിയിലും ഷാർജയിലും ഉൾപ്പെടെ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ദുബായിൽ പുലർച്ചെ പെയ്ത മഴയുടെ പശ്ചാത്തലത്തിലാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടന്നത്. കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ ദേശീയ പതാക ഉയർത്തി. ഇന്ത്യയും യുഎഇയുമായുള്ള നയതന്ത്ര വ്യാപാര സൗഹൃദ ബന്ധത്തെക്കുറിച്ച് സംസാരിച്ച കോൺസുൽ ജനറൽ രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശത്തിലെ പ്രസക്ത ഭാഗങ്ങൾ വായിച്ചു. FOI യുവ ടീം അവതരിപ്പിച്ച സമൂഹ നൃത്തം, ദേശഭക്തി ഗാനാലാപനം തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറി. During the recent visit by the Honorable President of UAE, His Highness Sheikh Mohammed bin Zayed Al Nahyan last week to India, the bilateral relations reached new heights. There were various agreements signed. A landmark 10-year LNG supply agreement enhancing India's energy security and positioning UAE as a key long-term energy partner. Beyond energy, both nations signed letters of intent and agreements on defense collaboration, space technology cooperation, and infrastructure investment. അബുദാബി ഇന്ത്യൻ എംബസിയിൽ നടന്ന ചടങ്ങിൽ യുഎഇയിലെ ഇന്ത്യൻ സ്ഥാനപതി ദീപക് മിത്തൽ ദേശീയ പതാക ഉയർത്തി. വിവിധ കലാപരിപാടികളും നടന്നു. With the young students and of all age groups being here with the flags held high with the pride. So it's a matter of great pride for me moment to see you, join you all this morning with the pride which you display in your hearts, in your hands, in your minds. ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയിലും ഷാർജ ഇന്ത്യൻ സ്കൂളുകളിലും റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടന്നു. അസോസിയേഷനിൽ ഇന്ത്യൻ കോൺസുലേറ്റിലെ കോൺസൽ AK ജോൺ ദേശീയ പതാക ഉയർത്തി. 24 ദുബായ്. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ച് ബഹ്റൈനിലെ പ്രവാസികളും ഇന്ത്യൻ എംബസിയോടൊപ്പം വിവിധ പ്രവാസി സംഘടനകൾ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുത്തു. ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിനത്തിൽ ബഹ്റൈൻ ഇന്ത്യൻ എംബസിയിൽ അംബാസഡർ ഹിസ് എക്സലൻസി വിനോദ് K ജേക്കബ് പതാക ഉയർത്തി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് പുഷ്പാർച്ചന നടത്തിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ അംബാസഡർ വായിച്ചു. നൂറുകണക്കിന് ഇന്ത്യക്കാർ ചടങ്ങിൽ പങ്കെടുത്തു. ബഹ്റൈൻ ഇന്ത്യൻ ക്ലബ്ബിൽ ഇന്ത്യൻ ക്ലബ്ബ് പ്രസിഡന്റ് ജോസഫ് ജോയ് പതാക ഉയർത്തി. ബഹ്റൈൻ കേരളീയ സമാജവും റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ബഹ്റൈൻ മീഡിയ സിറ്റിയും റിപ്പബ്ലിക് ദിനം വിപുലമായി തന്നെ ആഘോഷിച്ചു. പരിപാടി BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്തും ഐമാക് കൊച്ചിൻ കലാഭവനിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷംനാലും ചേർന്ന് പതാക ഉയർത്തി. ഐമാക് BMC സ്റ്റാഫുകളും കുടുംബാംഗങ്ങളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ബഹ്റൈൻ സീറോ മലബാർ സഭ സൊസൈറ്റിയും റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി. സിംസ് അങ്കണത്തിൽ സിംസ് പ്രസിഡന്റ് PT ജോസഫ് ദേശീയ പതാക ഉയർത്തി. റിപ്പബ്ലിക് ദിന സന്ദേശവും നൽകി. ബഹ്റൈനിലെ പ്രമുഖ സാംസ്കാരിക സംഘടനയായ കേരള കാത്തലിക് അസോസിയേഷൻ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. KC അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി സ്വാഗതം ആശംസിച്ചു. KCA പ്രസിഡന്റ് ജെയിംസ് ജോൺ ദേശീയ പതാക ഉയർത്തി. ബഹ്റൈനിലെ മറ്റു സംഘടനകളായ സാംസ ബഹ്റൈൻ, ആലപ്പുഴ പ്രവാസി അസോസിയേഷൻ, ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി, കൊല്ലം പ്രവാസി അസോസിയേഷൻ, വേൾഡ് മലയാളി കൗൺസിൽ എന്നിവരും റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ചു. 24 ബഹ്റൈൻ. കുവൈറ്റിലും ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടന്നു. ഇന്ത്യൻ എംബസിയിൽ സ്ഥാനപതി പരമിത ത്രിപാഠി ദേശീയ പതാക ഉയർത്തി.
77-ാം റിപ്പബ്ലിക് ദിനം കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം ഇന്ത്യൻ സ്ഥാനപതി പരിമിത ത്രിപാഠി ദേശീയ പതാക ഉയർത്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. എംബസി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ നൂറുകണക്കിന് പ്രവാസികളാണ് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ സന്ദേശം സ്ഥാനപതി വായിച്ചു. ഇന്ത്യ കൈവരിച്ച സാമ്പത്തിക പുരോഗതിയെയും ആഗോളതലത്തിൽ രാജ്യം വഹിക്കുന്ന നിർണായക പങ്കിനെയും കുറിച്ച് സന്ദേശത്തിൽ പരാമർശിച്ചു. കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ സേവനങ്ങളെ സ്ഥാനപതി പ്രകീർത്തിച്ചു. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ നടന്നു. ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന വൈവിധ്യമാർന്ന നൃത്തരൂപങ്ങളും ദേശഭക്തി ഗാനങ്ങളും അരങ്ങേറി. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലും റിപ്പബ്ലിക് ദിന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ക്യാമറാമാൻ റസാഖ് ചെറുതുരുത്തിക്കൊപ്പം ജലീൽ തൃപ്രയാർ, 24 കുവൈറ്റ്. ജിദ്ദയിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ വൈവിധ്യമാർന്ന കലാപരിപാടികൾ കൊണ്ട് സമ്പന്നമായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളുടെ പരമ്പരാഗത കലാരൂപങ്ങളും ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നൃത്തവും ശ്രദ്ധേയമായി. ഇന്ത്യൻ കോൺസുൽ ജനറൽ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. ജിദ്ദയിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി ദേശീയ പതാക ഉയർത്തുകയും രാഷ്ട്രപതിയുടെ സന്ദേശം വായിക്കുകയും ചെയ്തു. കോൺസൽ ജനറലും പത്നിയും ചേർന്ന് ത്രിവർണ്ണ ബലൂണുകൾ പറത്തിയതിനു പിന്നാലെ വിദ്യാർത്ഥികൾ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അവതരിപ്പിച്ചു. 1ഉം 2ഉം ക്ലാസുകളിലെ കുട്ടികൾ ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങളായി വേഷമിട്ടെത്തിയ പരേഡ് ഓഫ് പ്രൈഡ് കാണികളുടെ നിറഞ്ഞ കയ്യടി നേടി. ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നൃത്തങ്ങൾ സദസ്സ് ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ ട്രഡിഷൻ ടു ട്രാൻസ്ഫോർമേഷൻ എന്ന സാംസ്കാരിക നൃത്തങ്ങൾ അവതരിപ്പിച്ചു. വിവിധ സംസ്ഥാനങ്ങളുടെ നൃത്തങ്ങൾ ഇന്ത്യയുടെ പൈതൃകവും വളർച്ചയും വിളിച്ചോതുന്നതായിരുന്നു. സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം പ്രതിനിധികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ ചടങ്ങിനെത്തിയിരുന്നു. സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികൾ, പ്രിൻസിപ്പാൾ, ജീവനക്കാർ തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രവാസ മണ്ണിലും മാതൃരാജ്യത്തോടുള്ള സ്നേഹവും ബഹുമാനവും ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു ജിദ്ദയിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം റോമിലെ ഇന്ത്യൻ എംബസി വിപുലമായി ആഘോഷിച്ചു. ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളും സാംസ്കാരിക പൈതൃകവും പ്രവാസി സമൂഹത്തിലേക്ക് എത്തിക്കുന്നതായിരുന്നു ചടങ്ങുകളുടെ മുഖ്യ ലക്ഷ്യം. പരിപാടിയിൽ സ്ട്രിങ്സ് റോമ മ്യൂസിക് ബാൻഡ് സംഗീത വിരുന്നൊരുക്കി. കഴിഞ്ഞ 5 വർഷമായി റോമിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഈ സംഗീത സംഘം വന്ദേ മാതരവും ആലപിച്ചു. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തോടൊപ്പം തന്നെയാണ് ഓസ്ട്രേലിയയുടെയും ദേശീയ ദിനാഘോഷങ്ങൾ നടക്കുന്നത്. ഓസ്ട്രേലിയ ഡേ വിശേഷങ്ങളുമായി ലിജ ചാക്കോ ചേരുന്നു. ഇന്ത്യ റിപ്പബ്ലിക് ഡേ ആചരിക്കുന്ന അതേ ദിവസം, അതായത് ജനുവരി 26 തന്നെയാണ് ഓസ്ട്രേലിയൻ ഡേ ആഘോഷിക്കുന്നത്. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ധാരാളം റാലികൾ ഓസ്ട്രേലിയയിൽ ഉടനീളം നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഓസ്ട്രേലിയയിലെ ആദിമ നിവാസികൾ നടത്തുന്ന ഇൻവേഷൻ ഡേ റാലി സ്ഥലത്താണ്. ഓസ്ട്രേലിയൻ ദിനാചരണത്തിന്റെ ചരിത്രം കൗതുകകരമാണ്. 1788 ഓസ്ട്രേലിയയിലെ സിഡ്നി കോവിൽ ആർത്തർ ഫിലിപ്പിന്റെ നേതൃത്വത്തിലുള്ള നാവികസേന എത്തിച്ചേർന്നതിന്റെയും ബ്രിട്ടീഷ് പതാക ഉയർത്തിയതിന്റെയും ഓർമ്മ ആചരിക്കുന്ന ദിനമാണ് ഓസ്ട്രേലിയൻ ഡേ. ബ്രിട്ടീഷ് കോളനിവൽക്കരണം ആരംഭിക്കുന്ന സമയത്ത് വിവിധ ആദിവാസി ഗോത്രങ്ങളായിരുന്നു ഓസ്ട്രേലിയയിൽ അധിവസിച്ചിരുന്നത്. ഏറ്റവും പുരാതനവും സാംസ്കാരിക തനിമ മുറിഞ്ഞു പോകാത്തതുമായ 65,000 വർഷങ്ങളുടെ ചരിത്രമാണ് ഓസ്ട്രേലിയൻ ആദിമ നിവാസികൾക്ക് ഉള്ളത്. വിക്ടോറിയ ഗാർഡൻസിലെ
ഓസ്ട്രേലിയൻ ദിനാചരണം ഈ വർഷവും ആദിമ നിവാസികളുടെ സ്മോക്കിംഗ് സെറമണിയോടുകൂടി ആരംഭിച്ചു. പ്രത്യേകതരം മരത്തിന്റെ ഇലകളിൽ നിന്നും ഉയരുന്ന പുക ഭൂമിയോടുള്ള ബന്ധവും ആത്മീയ ശുദ്ധീകരണവും സൂചിപ്പിക്കുന്നു. അബോർജിനൽസിന്റെ സംഗീതവും നൃത്തവും തുടർന്ന് അരങ്ങേറി. എന്നാൽ ഇൻവേഷൻ റാലി സ്ഥലത്ത് ആദിമവാസി മൂപ്പന്മാരുടെയും സമുദായ നേതാക്കളുടെയും നേതൃത്വത്തിൽ ജനങ്ങൾ ഒന്നിച്ചുകൂടി. ജനുവരി 26 ഇൻവേഷൻ ഡേ ആയി ആചരിച്ചു. കോളനി ആധിപത്യത്തിന്റെ തുടക്കം, ഭൂമി നഷ്ടപ്പെട്ട ചരിത്രം, ആദിമവാസി സമൂഹം ഇന്നും നേരിടുന്ന അനീതികൾ എന്നിവയെ ഓർമ്മിപ്പിക്കുന്ന ദിനമെന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട്. Residents, anyone who comes to Australia, it would be great to pay respect to First Nations. ആദിമ നിവാസികളുടെ അവകാശങ്ങൾ അംഗീകരിക്കണം, കസ്റ്റഡിയിൽ നടക്കുന്ന മരണങ്ങളിൽ പരിഷ്കരണങ്ങൾ വേണം, ഓസ്ട്രേലിയൻ ഡേയുടെ തീയതി മാറ്റണം എന്നീ ആവശ്യങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു ബാനറുകളും പ്ലക്കാർഡുകളും. വേദിയിൽ സംസാരിച്ചവർ സ്വന്തം അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ആദിമ നിവാസികളുടെ വാക്കുകൾ കേൾക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി ലിജ ചാക്കോ. ഇറാനെതിരായ ആക്രമണത്തിന് തങ്ങളുടെ പ്രദേശങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് UAE. വ്യോമാതിർത്തി, കരഭൂമി, ജലപാത എന്നിവ യുദ്ധത്തിന് ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാനും US തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് UAE നിലപാട് വ്യക്തമാക്കിയത്. ഇറാൻ US സംഘർഷ സാധ്യത വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ ഇറാനെതിരായ ആക്രമണത്തിന് എമിറേറ്റ്സ് ഒരു തരത്തിലുള്ള ലോജിസ്റ്റിക്കൽ പിന്തുണയും നൽകില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. UAE വ്യോമാതിർത്തി, കരഭൂമി, ജലപാത എന്നിവ യുദ്ധത്തിന് ഉപയോഗിക്കാൻ അനുവദിക്കില്ല. മറിച്ചുള്ള വാർത്തകൾ തെറ്റാണെന്നും വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചു. നയതന്ത്ര മാർഗത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് UAEയുടെ സമീപനം. സംഘർഷങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നും UAEയുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. നയതന്ത്ര ബന്ധങ്ങൾ ഊഷ്മളമാക്കണം. ഓരോ രാജ്യങ്ങളുടെയും പരമാധികാരത്തെ ബഹുമാനിക്കണം. പ്രശ്നങ്ങളുണ്ടെങ്കിൽ രമ്യമായി ചർച്ച ചെയ്ത് പരിഹരിക്കണം. ഇങ്ങനെ മാത്രമേ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ. ഇത്തരം നിലപാടുകൾ മാത്രമേ UAE പിന്തുണയ്ക്കുകയുള്ളൂ എന്നും വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. 24 ദുബായ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യമേളയായ ഗൾഫ് ഫുഡ്സിന് ദുബായിൽ തുടക്കമായി. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലും എക്സ്പോ സിറ്റിയിലുമായാണ് ഇത്തവണ ഗൾഫ് ഫുഡ്സ് നടക്കുന്നത്. 10 ബില്യൺ ദിർഹമാണ് ഗൾഫ് ഫുഡിനായി ചെലവഴിക്കുന്നതെന്ന് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യമേള ഇതാ വീണ്ടും ദുബായിൽ തുടങ്ങിയിരിക്കുന്നു. ഗൾഫ് ഫുഡ് ഔദ്യോഗികമായി ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചിരിക്കുന്നു. ഇത്തവണ 2 വേദികളിലായി 195 രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി ചരിത്രത്തിലെ ഏറ്റവും വലിയ മേളയ്ക്കാണ് ദുബായ് ലോകത്തെ വിളിക്കുന്നത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന പറച്ചിൽ മതിയാവില്ല ഗൾഫ് ഫുഡിലെ കാഴ്ചകളെ വിവരിക്കാൻ. ലോകത്തുള്ള ഏതാണ്ട് എല്ലാ ഭക്ഷ്യപാനീയങ്ങളുടെയും വിപുലമായ പ്രദർശനം. 195 രാജ്യങ്ങൾ, 8500-ലധികം പ്രദർശകർ. ഒരിടത്ത് മാത്രമായി ഒതുക്കി നടത്താനാകാത്ത തരത്തിൽ ഗൾഫ് ഫുഡ് വളരുകയാണ്. ഇത്തവണ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിനൊപ്പം എക്സ്പോ സിറ്റിയും വേദിയാകുന്നു. ഏകദേശം 15 കോടി ഭക്ഷ്യപാനീയ ഉൽപ്പന്നങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. ഇതിൽ 40% പുതുതായി എത്തുന്നവ. വമ്പൻ രാജ്യങ്ങൾ മുതൽ കുഞ്ഞന്മാർക്ക് വരെ ഗൾഫ് ഫുഡിൽ ഇടമുണ്ട്. ഇന്ത്യയാണ് ഔദ്യോഗിക കൺട്രി പാർട്ട്ണർ. ആദ്യ ദിനം മുതൽ വലിയ ആവേശത്തോടെയാണ് ഗൾഫ് ഫുഡിനെ സന്ദർശകർ ഏറ്റെടുക്കുന്നത്. And I really appreciate how well is it organized, how many people we can find here doing different things with different branches. But Dubai, I feel the heart of Dubai in being here, you know, and it's very nice experience for me. Gulf Food is the biggest exhibition in the world, and there is a lot of exhibitors from all of the world and very good quality of products, so you can find everything what you need. 10 മില്യൺ ദിർഹമാണ് മേളയ്ക്കായി ചെലവഴിക്കുന്നതെന്ന് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എക്സിൽ കുറിച്ചു. വേൾഡ് ട്രേഡ് സെന്ററിലും എക്സ്പോ സിറ്റിയിലും വെള്ളിയാഴ്ച വരെ ഇനി സൂചി കുത്താൻ ഇടം കിട്ടാത്ത രീതിയിൽ അത്ര തിരക്കായിരിക്കും. കാരണം ഇത്രയധികം രാജ്യങ്ങളിൽ നിന്നും ഇത്രയധികം എക്സിബിറ്റേഴ്സ് എത്തുന്നു. അത് കാണാനായി ഇരട്ടിയിൽ അധികം ആളുകൾ എത്തുന്നു. എന്തായാലും റെക്കോർഡ് കാഴ്ചക്കാരാകും ഇത്തവണ ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്യാമറാമാൻ ശരത് ചെറുകുന്നിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 ദുബായ്.
സൗദിയിൽ ഓസ്ട്രേലിയൻ ഫെസ്റ്റ് അവതരിപ്പിച്ച് ലുലു ഹൈപ്പർ മാർക്കറ്റ്. റിയാദ് ഡിപ്ലോമാറ്റിക് ക്വാർട്ടറിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ ഓസ്ട്രേലിയൻ വാണിജ്യ ടൂറിസം വകുപ്പ് മന്ത്രി സെനറ്റർ ഡോൺ ഫാരൽ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓസ്ട്രേലിയൻ സർക്കാരിൽ നിന്നുള്ള ഉന്നത പ്രതിനിധി സംഘവും ലുലു ഹൈപ്പർ മാർക്കറ്റ് സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസും ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. ഓസ്ട്രേലിയൻ പ്രീമിയം ഉൽപ്പന്നങ്ങൾ, മാംസ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക സ്റ്റാളാണ് ഫെസ്റ്റിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതിന് പുറമെ ഓസ്ട്രേലിയയുടെ കാർഷിക സമ്പത്ത് വിളിച്ചോതുന്ന ഫ്രഷ് പഴവർഗ്ഗങ്ങളുടെയും പച്ചക്കറികളുടെയും പ്രദർശന സ്റ്റാളും മന്ത്രി സന്ദർശിച്ചു. സൗദിയിലെ ഉപഭോക്താക്കളെ ഓസ്ട്രേലിയൻ കാർഷിക മേഖലയുടെ യഥാർത്ഥ മികവുമായി ബന്ധിപ്പിക്കുന്ന പാലമായി പ്രവർത്തിക്കുന്നതിൽ ലുലു അഭിമാനിക്കുന്നതായി ലുലു ഹൈപ്പർ മാർക്കറ്റ് സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് പറഞ്ഞു. ഇതോടെ ഗൾഫ് ടുഡേ പൂർത്തിയാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.